നമസ്കാരം. അമേരിക്ക ഒരുപാട് വൈകിപ്പോയി എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. യുദ്ധം അവസാനിപ്പിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ നിങ്ങൾ വൈകിപ്പോയി. കാരണം ഇസ്രായേലിന് വേണ്ടിയാണ് നിങ്ങൾ ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങിയത്. ഇറങ്ങുന്ന സമയത്തെ ഞങ്ങൾ പറഞ്ഞിരുന്നു, നന്നായി ചിന്തിക്കണം, ആലോചിക്കണം, എന്നിട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ തീരുമാനമെടുക്കണം. തിരിച്ചടി നിങ്ങൾ താങ്ങില്ല എന്ന് ഇറാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇറാൻ പറയുന്നത്, നിങ്ങൾ എന്തായാലും യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾക്കുണ്ടായത് നല്ലത് തന്നെ, പക്ഷെ നിങ്ങൾ വൈകിപ്പോയി. നിങ്ങളെ അത്ര പെട്ടെന്നൊന്നും ഞങ്ങൾ അങ്ങനെ അങ്ങ് ഒഴിവാക്കില്ല. അമേരിക്ക ഇപ്പോൾ പറയുന്നത്, ഞാൻ പറഞ്ഞാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി വെടിനിർത്തിക്കോളും, യുദ്ധം അവസാനിപ്പിച്ചോളും, പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് അമേരിക്ക പറയുന്നുണ്ട്. നിർബന്ധമില്ല എന്നുള്ളതാണ് ഇറാന്റെ നിലപാട്. എന്തായാലും ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്തരമൊരവസ്ഥയിലാണ് ഇപ്പോൾ അമേരിക്കയുള്ളത്. അതായത് അമേരിക്കയുടെ ഈ ഒരു അവസ്ഥയിൽ അമേരിക്കയുടെ ഒരു സ്റ്റെൽത്ത് വിമാനത്തെ കൂടെ ഇവിടെ ഇറാൻ വെടിവെച്ചിട്ടു. F-35 എന്ന് പറയുന്ന സ്റ്റെൽത്ത് വിമാനം മധ്യ ഇറാനിലാണ് അത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഇപ്പോൾ ഇറാൻ പുറം ലോകത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അമേരിക്ക ഇപ്പോഴും ഈ ആക്രമണം സ്ഥിരീകരിച്ചിട്ടില്ല. പൈലറ്റ് കൊല്ലപ്പെട്ടേക്കാം, പൈലറ്റിനെ കിട്ടിയിട്ടില്ല എന്നാണ് ഇറാൻ പറയുന്നത്. എന്തായാലും അമേരിക്ക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. മറ്റൊരു ആക്രമണം ഇവിടെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാവാത്തതാണ്. അതായത് പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് അമേരിക്ക ഇപ്പോൾ നിൽക്കുന്നത്. ഈ സമയത്താണ് അമേരിക്കയുടെ അഹങ്കാരത്തിന്റെ പത്തിക്ക് നോക്കി ഒരടി കൂടെ കിട്ടുന്നത്. USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പലിന് നേരെ ഇറാന്റെ ഒരു മിസൈൽ അറ്റാക്ക് ഉണ്ടായിരിക്കുന്നു. ഇറാൻ അത് കൃത്യമായി തന്നെ അവകാശപ്പെടുകയാണ്. ഖാദർ മിസൈൽ ഉപയോഗിച്ചാണ് അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പലിനെ ആക്രമിച്ചിരിക്കുന്നത്. ഈ ആക്രമണങ്ങൾ അത് കൃത്യസ്ഥാനത്ത് തന്നെ പതിച്ചു, കപ്പലിൽ തന്നെ പതിച്ചു എന്ന് ഇറാൻ ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങളുടെ മിസൈൽ പരിധിയിൽ ഈ കപ്പൽ വരുന്നുണ്ടോ എന്ന് ഞങ്ങൾ നോക്കി നിൽക്കുകയായിരുന്നു. എന്തായാലും ഞങ്ങളുടെ മിസൈൽ പരിധിയിൽ കിട്ടിയ ഉടൻ തന്നെ ഞങ്ങൾ ഈ കപ്പലിനെ ആക്രമിച്ചു എന്നാണ് ഇറാൻ പറയുന്നത്. ഇവിടെ അമേരിക്ക ഈ ഒരു അവകാശവാദവുമായി ബന്ധപ്പെട്ടും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. നേരത്തെ USS ജെറാൾഡ് ആർ ഫോർഡിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് അമേരിക്ക നാണം കെട്ട് നിൽക്കുകയാണ്. 2 വർഷം കഴിയാതെ ഈ കപ്പലിന്റെ അറ്റകുറ്റപ്പണി കഴിയില്ല എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഈ കപ്പൽ അറ്റകുറ്റപ്പണികൾക്കായി ക്രൊയേഷ്യയിലാണ് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഈ തീ വെറുതെ പിടിച്ചതല്ല, കത്തിച്ചതാണ് എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ്. വെറുതെ അങ്ങ് തീ പിടിക്കുന്ന കപ്പലും കൊണ്ടാണോ ഒരു യുദ്ധത്തിന് വരുന്നത് എന്ന ചോദ്യം അമേരിക്കക്കെതിരെ ഉയരുമ്പോൾ അമേരിക്ക മൗനം പാലിക്കുകയാണ്. എന്തായാലും USS ജെറാൾഡ് ആർ ഫോർഡിനെ അടിച്ച അതേ രീതിയിൽ തന്നെ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന അമേരിക്കയുടെ പടക്കപ്പലിന് നേരെയും ഇപ്പോൾ ഇറാന്റെ അറ്റാക്ക് ഉണ്ടായിരിക്കുന്നു. 4 മിസൈലുകളാണ് ഈ കപ്പലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ വിക്ഷേപിച്ചത്. ഈ മിസൈലുകൾ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ അമേരിക്ക പരാജയപ്പെട്ടു എന്ന ഒരു അവകാശവാദം ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ സ്റ്റെൽത്ത് വിമാനം അത് വെടിവെച്ചിട്ടതുമായി ബന്ധപ്പെട്ട് നേരത്തെയും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 20-ലധികം വിമാനങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് അമേരിക്കക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഏകദേശം 150-നടുത്ത് ഡ്രോണുകൾ ഇറാൻ വെടിവെച്ചിട്ടുണ്ട്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വളരെ കൃത്യമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. റഷ്യയും ചൈനയും ഇവിടെ ഇറാനെ നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്നുണ്ട്. അമേരിക്കയുടെ രഹസ്യ നീക്കങ്ങൾ അത് റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ ചാരക്കണ്ണുകൾ ഒപ്പിയെടുത്ത് അത് കൃത്യമായി ഇറാന് കൈമാറുന്നുണ്ട്. അതിന്റെയൊക്കെ ഗുണം ഒരു ഭാഗത്ത് കാണുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഇപ്പോഴത്തെ ഏറ്റവും ഗതികെട്ട ഒരു അവസ്ഥ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, അതായത് ഇറാനിൽ ആഭ്യന്തര കലഹമുണ്ടാക്കി ഭരണം അട്ടിമറിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിരുന്ന അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതേ രീതിയിലുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകൾ പരിശോധിച്ചാൽ കൃത്യമായി ദൃശ്യങ്ങൾ സഹിതം അവർ ചില കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഭരണം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് ജനങ്ങൾ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അവരെ നിയന്ത്രിക്കാൻ അവിടുത്തെ പോലീസ് സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല. നിരവധി വാഹനങ്ങളാണ് അമേരിക്കയിൽ അവിടുത്തെ പൊതുജനങ്ങൾ തീയിട്ട് നശിപ്പിച്ചത്. യുദ്ധം അവസാനിപ്പിക്കുക, ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്? എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? എന്താണ് യുദ്ധലക്ഷ്യം? ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. ലക്ഷ്യം നേടിയിട്ടാണോ അവസാനിപ്പിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എന്താണ് നേടിയത്? എന്താണ് ആ നേട്ടം എന്ന് വ്യക്തമാക്കണം. ട്രംപിന്റെ ഭരണം അവസാനിപ്പിക്കണം, ഇനിയും ഈ രാജാവ് കളി അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ട്രംപിന്റെ കുടുംബം പോലും തെരുവിലിറങ്ങി എന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ തെരുവിലിറങ്ങിയ ജനങ്ങൾ
അവർ കണ്ണിൽ കണ്ട വാഹനങ്ങളെല്ലാം കത്തിച്ചു കളയുകയാണ്. ട്രംപിന്റെ വീട്ടിലേക്ക് പോലും ആളുകൾ അതിക്രമിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പോലീസ് അവിടെ ഈ ആളുകളെ ഒന്ന് മെരുക്കുന്നതിന് വേണ്ടി, അവരെ ഒന്ന് സമാധാനപ്പെടുത്തുന്നതിന് വേണ്ടി, അവരെ ഒന്ന് പിരിച്ചുവിടുന്നതിന് വേണ്ടി പോലീസ് പരമാവധി പണിയെടുക്കുന്നു. പക്ഷേ വിജയിക്കുന്നില്ല. അത്ര വലിയ പ്രക്ഷോഭങ്ങൾ അമേരിക്കയിൽ ഉടനീളം ഉണ്ടാകുന്നു. 24 മണിക്കൂർ കൊണ്ട് ഏകദേശം 1 കോടിയോളം വരുന്ന ജനങ്ങൾ ഇവിടെ അമേരിക്കൻ തെരുവുകളിൽ ഇറങ്ങി ട്രംപിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തി. അതിന്റെ ചിത്രങ്ങളും അതുപോലെ തന്നെ വിഷ്വലുകളും ഒക്കെ കണ്ടാൽ ഞെട്ടിപ്പോകും. അത്തരമൊരു അവസ്ഥയിലേക്ക് അമേരിക്ക പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇസ്രായേലിലും ഇത്തരത്തിലുള്ള അവസ്ഥകളുണ്ട്. പക്ഷെ അത് പുറം ലോകത്തേക്ക് എത്തുന്നില്ല. പിന്നെ എന്തുകൊണ്ട് ഇസ്രായേലിൽ അമേരിക്കയിൽ നടക്കുന്നത് പോലെ ജനങ്ങൾ തെരുവിൽ ഇറങ്ങുന്നില്ല എന്ന് ചോദിച്ചാൽ ഇറാന്റെ മിസൈലുകൾ പേടിച്ചിട്ടാണ്. ഒരു 4 ദിവസം ഇറാൻ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തില്ല എന്ന ഒരു ഉറപ്പ് കൊടുത്താൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ അവിടുത്തെ ജനങ്ങൾ തന്നെ കൈകാര്യം ചെയ്യും. ജനങ്ങൾ തന്നെ തെരുവിൽ ഇറങ്ങും. അതായത് ഇനി തകർക്കാൻ ബാക്കിയുള്ള കെട്ടിടങ്ങൾ ജനങ്ങൾ തകർക്കും, കത്താൻ ബാക്കിയുള്ള വാഹനങ്ങൾ ജനങ്ങൾ കത്തിച്ചോളും. അത്തരത്തിലൊരു അവസ്ഥ ഇസ്രായേലിലുമുണ്ട്. നോക്കണം, ഇവിടെ ഇറാനിൽ അത്തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കി, കലഹങ്ങൾ ഉണ്ടാക്കി, പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി ഭരണം അട്ടിമറിക്കാൻ വേണ്ടി CIA അതുപോലെ തന്നെ മൊസാദും ഒക്കെ നീക്കം നടത്തിയപ്പോൾ ഒരു ഇടപെടലും ഇല്ലാതെ അമേരിക്കയിലെ ജനങ്ങൾ, ഇസ്രായേലിലെ ജനങ്ങൾ അതിന് തയ്യാറാകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇത്തരത്തിലൊരു ഗതികെട്ട അവസ്ഥ ഇതിനു മുമ്പ് ഈ 2 രാജ്യങ്ങളും അഭിമുഖീകരിച്ച് കാണില്ല. അത്ര ശക്തമായ തിരിച്ചടികൾ ഈ രാജ്യങ്ങൾ നേരിടുന്നു. ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ രാജ്യങ്ങൾ പോയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.